ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഈ കോഴികൾ വളർത്തുന്നതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ വരുമാനം നേടാം എന്നാണ് നോക്കുന്നത്. സാധാരണ ഏതൊക്കെ രീതിയിലാണ്, അത് കൂടാതെ നമ്മൾ എങ്ങനെയൊക്കെ ഒരു കോഴിനെ വളർത്തി വരുമാനം നേടാം, അത് ഒരു മാസം എത്ര രൂപ വരെ നമുക്ക് നേടാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നാടൻ കോഴികളാണ് നിങ്ങൾ വളർത്തുന്നതെങ്കിൽ നാടൻ കോഴിയിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ നമുക്ക് വരുമാനം നേടാം, നമുക്ക് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു ആരെയും ആശ്രയമില്ലാണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കോഴികളെ വളർത്തുന്നത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് അവനവന് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുട്ടകൾക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കോഴികളെ സാധാരണക്കാർ വളർത്തുന്നത്. അതായത് നമുക്ക് മറ്റ് കടകളിൽ നിന്ന് വാങ്ങിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടയ്ക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും വളർത്തുന്നത്. അത് ഫസ്റ്റ് ഒരു കാരണം. ഇപ്പം നമ്മൾ വീട്ടിൽ വളർത്തുന്നു, അത് കൂടാതെ അതിൻ്റെ കൂടെ ഒരു 10 എണ്ണത്തിനെ കൂടി നമ്മൾ വീട്ടിൽ വളർത്തുക നോക്കുക. നമ്മൾ സാധാരണ ഒരു 10 20 കോഴികളെ വളർത്തുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമുക്ക് 20 കോഴിയൊക്കെ ആണെങ്കിൽ ഒരു 3 പൂവനും 4 പൂവനൊക്കെയാണ് ഏറ്റവും നല്ലതാണ്. അതാകുമ്പോൾ നമുക്ക് കൊത്തിച്ച് വളർത്തണമെങ്കിൽ നല്ല ബ്രീഡിംഗ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു 20 കോഴിയോ 30 കോഴിയോ വളർത്തുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കോഴികളെ തന്നെ ആദ്യം നോക്കി വളർത്തുക. എപ്പോഴും നല്ല ക്വാളിറ്റിയായിട്ട് മുട്ടയിടുകയും നല്ല ഷേപ്പിൽ. പല കോഴികളും മുട്ട ഡെയിലി ഇടുമായിരിക്കും, പക്ഷെ അതിൻ്റെ അകത്തൊരു ഷേപ്പ് കിടക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കോഴികളെ നോക്കി വളർത്തുകയാണെങ്കിൽ നമുക്ക് ആ മുട്ടകൾ നമുക്ക് സെയിൽ ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 10 രൂപ വരെ നാടൻ കോഴികൾക്ക് മുട്ടക്ക് സെയിലിംഗ് ഉണ്ട്. 10 രൂപ ഒരു മുട്ടക്ക് 10 രൂപ വരെ നമുക്ക് നാടൻ കോഴി വിൽക്കാം. അങ്ങനെ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട മുട്ട നമുക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാം എന്നുള്ളതൊരു ഫസ്റ്റ് ഇതാണ്. നമ്മുടെ വീട്ടിലുള്ള ആവശ്യത്തിനും മുട്ടയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ വീടുകളിലെ അയൽവക്കത്തെ വീടുകളിലോ അല്ലെങ്കിൽ കടകളിലോ ഒക്കെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് മുട്ട കൊടുക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്ക് അന്വേഷിച്ച ആൾക്കാർ വരികയും നമുക്ക് മുട്ട കൊടുത്ത് പൈസ ഉണ്ടാക്കാനും സാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കിതിന് കുഞ്ഞ് ആക്കിയിട്ടിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. കുഞ്ഞാക്കുന്നത് വെച്ചാൽ ഇടയോളുടെ കുഞ്ഞ്, ഇപ്പോൾ കുഞ്ഞ് വിരിഞ്ഞ് പിറ്റേന്ന് തന്നെ കൊടുത്ത് നമുക്ക് പൈസ വെക്കാം. അത് നമ്മൾ വളർത്തി അല്ലെങ്കിൽ 3-5 മാസമൊക്കെ അല്ലെങ്കിൽ അത്ര തീറ്റ കൊടുത്ത് വളർത്തിയെടുക്കണമെന്നില്ല. നമുക്കൊരു വിരിഞ്ഞ് ഒരു ദിവസം ആകുമ്പോൾ തന്നെ ഇപ്പം നാടൻ കോഴി ആവുന്നതുകൊണ്ട് അടവെക്കണ കോഴിയാണെങ്കിൽ അടയിരുന്ന് കുഞ്ഞ് വിരിഞ്ഞ് പിറ്റേന്ന് തന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ ആവശ്യക്കാർ ചോദിച്ചു വരുന്നവർക്ക് നമുക്ക് കൊടുക്കാം. എന്ന് വെച്ചാൽ ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ നോക്കണം എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതിനൊരു ഏകദേശം ഒരു 50 രൂപ മേളിൽ ഇപ്പോൾ ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ട്. 35 മുതൽ ഏകദേശം 50 രൂപ 60 രൂപ റേറ്റ് വരെ ഒരു ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്താണെങ്കിൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്ത് പൈസ വെക്കാം. അതുകൂടാതെ അല്ലാതെ നമുക്ക് കുറച്ചുകൂടി വളർത്തി അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കേൾക്കുമ്പോൾ ഒരു മാസം നമുക്ക് ഏകദേശം ഒരു 100 രൂപയ്ക്ക് കുറയാതെ നമുക്ക് പൈസ കിട്ടും. ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കോഴിക്കുഞ്ഞിനെ നമുക്ക് സെയിൽ ചെയ്യാം. ഒരു 10 കോഴിക്കുഞ്ഞുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് 1000 രൂപയ്ക്ക് ഒരു മാസം കൊണ്ട് നമുക്ക് വരുമാനമൊക്കെ എടുക്കാം. 10 കോഴിക്കുഞ്ഞുങ്ങൾ മാത്രം. അപ്പോൾ 1000 രൂപ സാധാരണക്കാർക്ക് നിസ്സാര പൈസയല്ല. അത് നമുക്ക് അത്യാവശ്യം നമ്മുടേതായ വീട്ടിലെ കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യാം. അല്ലാതെ കുറച്ചുകൂടി വളർത്തി ഒരു 2 മാസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ റേറ്റ് അനുസരിച്ച് കൂടും. നമ്മൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും കൂടുന്ന പോലെ തന്നെ ഒരു 1.5 മാസം 2 മാസമൊക്കെ കഴിയുമ്പോൾ 20 30 രൂപ 50 രൂപ അങ്ങനെയായിട്ട് നമുക്ക് റേറ്റ് കൂട്ടി അതനുസരിച്ച് ക്വാളിറ്റിയുള്ള കോഴിയായിരിക്കണം. നല്ല ക്വാളിറ്റിയുള്ള കോഴിയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൈസ കിട്ടും. അങ്ങനെ കൊടുത്ത് നമുക്ക് പൈസ ഉണ്ടാക്കാം. അതുപോലെ കാപ്പിരി കോഴികൾ, നേക്ക് അങ്ങനെ സെപ്പറേറ്റ് കോഴികളുണ്ട്. അപ്പോൾ അതുങ്ങൾക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള കോഴികൾ തന്നെയാണ്. നാടൻ കോഴികളാണെങ്കിലും അത്തരം കോഴികൾക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ കോഴികളെ ഒരു 10-20 രൂപ കൂട്ടി കൊടുത്താലും ആൾക്കാർ നമുക്ക് സെയിൽ ചെയ്യാൻ എടുക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് നേക്കും അതുപോലെ കാപ്പിരിയും ഒക്കെ ഉൾപ്പെടുത്തി നമുക്കൊരു കോഴി ഫാം പോലെ അല്ലെങ്കിൽ 20 കോഴി 30 കോഴിയൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ നോക്കുക. നാടൻ രീതിയിൽ മാത്രം ചെയ്യാതെ നമുക്ക് ഇതുപോലെ നേക്കിൻ്റെ പൂവനോ അല്ലെങ്കിൽ നല്ല കാപ്പിരി മുള്ളൻ കോഴി എന്നൊക്കെ പറയും അതിനെയൊക്കെ വെച്ച്
അടയിരുത്ത് വളർത്തുവാണെങ്കിൽ നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ശരിക്കും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഭംഗിയുള്ള കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല റേറ്റ്. പക്ഷെ ഇപ്പോൾ മുള്ളൻ കോഴിയൊക്കെ ആണെങ്കിൽ ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ മുള്ളൻ കോഴി അങ്ങുമ്പോൾ അറിയാൻ പറ്റില്ല. ഒരു ഏകദേശം 1 മാസമൊക്കെ ആകുമ്പോഴാണ് അത് മുള്ളൻ കോഴിയായിട്ടുള്ള രീതിയിലൊക്കെ മാറത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മുള്ളൻ കോഴിനെയൊക്കെ വെച്ച് വളർത്തുന്നവരാണെങ്കിൽ 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് സെയിൽ ചെയ്യാനായിരിക്കും നല്ലത്. 1 മാസമൊക്കെ കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള കോഴികളാണെങ്കിൽ നമ്മളെ കോഴികളുടെ നമ്മൾ വീട്ടിലാണെങ്കിലും അന്വേഷിച്ച ആൾക്കാർ വന്ന് കോഴികൾ വാങ്ങിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അതുപോലെ ഓരോ മാസം കൂടുന്നതനുസരിച്ചും ആ കോഴികളുടെ റേറ്റ് അതനുസരിച്ച് കൂടിക്കൂടി വരും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഞങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഭക്ഷണവും കൊടുത്തുവാണെങ്കിൽ നല്ലൊരു കോഴികളെ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ മുട്ടയിടാറായ കോഴികളെയും ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടാണെങ്കിലും അത്യാവശ്യം ഒരുപാട് പേര് മുട്ടയിടാറായ കോഴികൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളർത്തി അങ്ങനെ മുട്ടയിടാറായ കോഴികളെ കൊടുക്കുവാണെങ്കിലും ഏതൊരു 550 600 രൂപ മുതൽ മേലിലേക്ക് നമുക്ക് അങ്ങനെയുള്ള കോഴികളെ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെയും നിങ്ങൾക്ക് വരുമാനം നേടാം. പിന്നെ ഇതൊന്നും അല്ല കൂടാതെ മറ്റു രീതിയിൽ നമുക്ക് വരുമാനം നേടാം. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കാഷ്ടം ഉണ്ടല്ലോ, കോഴിക്കാഷ്ടം നമുക്ക് വെച്ച് നമുക്ക് വലിയൊരു വരുമാനം നേടാം. അത് പലരും ചെയ്യുന്നുണ്ടോ എനിക്കറിയാം, കുറേ പേരൊക്കെ ചെയ്യാറുണ്ട്. നമുക്കിപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ അടിച്ച് ക്ലീനാക്കി നമ്മുടെ വീട്ടിലുള്ള ഇതിനൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്കും അതുപോലെ കൃഷികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതപ്പോൾ നമ്മൾ മണ്ണിലായതുകൊണ്ട് തന്നെ നമുക്കത് വിൽക്കുന്ന രീതിയിലേക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബീവി3 കോഴികളെ പോലെ കോഴികളെ വളർത്തുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നല്ല ഹൈടെക് കൂടായിരിക്കും. ഹൈടെക് കൂടിലുള്ളവർക്ക് ഹൈടെക് കൂട് തന്നെ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ കൂട്ടുകളിൽ ഇട്ട് വളർത്തുന്നവരാണെങ്കിൽ നെറ്റ് കേജിലൊക്കെ ഇട്ട് വളർത്തുന്നവരാണെങ്കിൽ അടിയിലേക്ക് വീഴുന്ന തീട്ടം കോഴിക്കാഷ്ടം അത് നമുക്കൊരു നല്ല ടർപ്പ അടിയിലേക്ക് ഇടുകയാണെങ്കിൽ കുറച്ച് ചകിരിച്ചോറും കൂടി അതിനകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ടർപ്പയിലേക്കോ അല്ലെങ്കിൽ അതിലേക്ക് അല്ലെങ്കിൽ താഴത്താണെങ്കിലും നമ്മൾ തിണ്ണയൊക്കെ ആണെങ്കിലും കുറച്ച് ചകിരിച്ചോറ് വാങ്ങി അത് ഒന്ന് വിതറിയിട്ട് കൊടുക്കുക. അതിലേക്ക് കോഴിക്കാഷ്ടം വീഴുക. നിങ്ങളത് അടിച്ച് മാറ്റി ഉണങ്ങാൻ പറ്റുന്ന രീതിയിൽ നല്ല വെയിൽ കൊള്ളുന്ന രീതിയിലാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ആ വെയിലിൽ ഉണങ്ങി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കത് മാറ്റിയിട്ട് അത് ഉണങ്ങി നല്ല ഇട്ട് കൊടുക്കാൻ സാധിക്കും. കോഴിക്കാഷ്ടങ്ങൾ വളത്തിന് വേണ്ടിയായിട്ട് ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ഈ കൃഷിഭവനിലും അതുപോലെ തന്നെ ചെടികൾ വളർത്തുന്ന കടകളിലൊക്കെ ആണെങ്കിലും കിലോക്ക് നല്ലൊരു റേറ്റ് അതിനുണ്ട്. നല്ല ഡിമാൻഡ് ഉണ്ട് അതിന്. വളമായിട്ട് കൃഷി ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ഇടുന്നതും കൃഷികൾക്ക് ഇടുന്നതും ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നതും കോഴിക്കാഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു വരുമാനം നേടാം. അതും നമുക്ക് വീട്ടിൽ നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചെയ്ത് നമുക്ക് വരുമാനം നേടാം. പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ കോഴികളെ ഈ പൂവൻ കോഴികളുണ്ടല്ലോ, പൂവൻ കോഴികളെ വെച്ചും നമുക്ക് നല്ലൊരു വരുമാനം നേടാം. പൂവൻ കോഴികളാകുമ്പോൾ പൂവൻ പൂവൻ കുഞ്ഞുങ്ങളെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 1 മാസം പ്രായമായോ അല്ലെങ്കിൽ ഡേ ഓൾഡ് ആയിട്ടുള്ള പൂവൻ കുഞ്ഞുങ്ങളെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ പൂവൻ കോഴികളൊരു 20 30 50 കോഴികളെ വാങ്ങിച്ചിട്ട് നമുക്ക് യാതൊരുവിധ ചിലവും ഇല്ലാതെ നമുക്ക് വളർത്തി നല്ലൊരു റേറ്റിൽ വിൽക്കാൻ സാധിക്കും. വറുക്കുന്നവർക്കും വളർത്തുന്നവർക്കും ഒക്കെ പൂവൻ കോഴികളെ മേടിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പൂവൻ കോഴികളെ വാങ്ങിച്ച് നമ്മൾ 1 മാസമായി ഒരു പൂവൻ കോഴികളെ വാങ്ങിച്ച് ഒരു 20 30 പൂവൻ കോഴി വാങ്ങിച്ച് വളർത്തുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റൊരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടയൽവക്കക്കാർ ഒരു 10 20 വീടുകൾക്കാർക്ക് ഒരു ബക്കറ്റ് പാത്രം വെച്ച് കൊണ്ട് കൊടുക്കുക. ഒരു ചെറിയൊരു പെയിൻറ്റിൻ്റെ പാട്ടയോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അത് ചിലവ് വരുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് പറയാം, നിങ്ങൾ വീട്ടിൽ വരുന്ന വേസ്റ്റ് അവർക്ക് പുറത്തേക്ക് വലിച്ചെറിയുന്ന വേസ്റ്റ്, അതായത് തീർന്നതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റുകൾ ഈ പാത്രത്തിലിട്ട് വെച്ചേക്കാൻ പറയുക. എന്നിട്ടത് രാവിലെ വാങ്ങിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം വാങ്ങി. രാവിലെ വാങ്ങിക്കാൻ എല്ലാ ചിലപ്പോൾ രാവിലെയും വൈകുന്നേരവും ചെന്ന് വാങ്ങിക്കാനുള്ള വേസ്റ്റൊന്നും എല്ലാ വീട്ടിലും ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യാം. അതുപോലെ ഹോട്ടലുകളിൽ നിന്നും അങ്ങനെയൊക്കെ എവിടെയെങ്കിലും കാറ്ററിംഗ് സർവീസ് ചെയ്യുന്നവർക്കൊക്കെ വേസ്റ്റ് ഒരുപാടുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പൂവൻ കോഴികളെ നമുക്ക് നമ്മുടെ വാങ്ങിക്കുന്ന ഈ വേസ്റ്റിൽ നിന്ന് നമുക്ക് അവരെ വളർത്തിയെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്ക് അവർക്ക് കുറഞ്ഞ രീതിയിലുള്ള അരി, നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയോ അല്ലെങ്കിൽ കുറച്ച് എവിടെയെങ്കിലും ഇങ്ങനെ
അവർ കൊടുക്കുന്ന വീട്ടിലുണ്ടാവും ഇങ്ങനെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി കുറഞ്ഞ രീതിയിലുള്ള അരിയും ഗോതമ്പൊക്കെ വാങ്ങിച്ചു കൊടുത്താലും മതി. നമുക്ക് വലിയ ചിലവില്ലാതെ ഒരുപാട് പൈസ മുടക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ കോഴികളെ വളർത്തിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഇത് നമുക്ക് ഈ തീറ്റ നമുക്ക് മുട്ടക്കോഴിക്ക് കൊടുക്കാൻ പറ്റില്ല. മുട്ടക്കോഴികളെ ഈ രീതിയിൽ വളർത്താൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ടയിടൽ നിൽക്കും, അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവും. ഇത് പൂവൻ കോഴിയാകുമ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല, അവരത് കഴിച്ച് നന്നായിട്ട് വളർന്നോളും. നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോഴികളെ നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓപ്പണായിട്ട് വിടുകയും ചെയ്യാം, അല്ലെങ്കിൽ കൂട്ടിലിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ വളർത്തുമ്പോഴത്തേക്കും ഒരുപാട് നമുക്ക് പൈസ ചിലവൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് അവരെ ഒരു നന്നായിട്ട് ഒരു 6-7 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല പൂവൻ കോഴികളാവും. അത് നമുക്ക് കച്ചവടക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാം, പെറ്റ് ഷോപ്പുകളുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോഴികൾ വളർത്തുന്നവർക്ക് പൂവന്മാർ അന്വേഷിച്ച് മാത്രമേ ഉണ്ടാവും, അവർക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അങ്ങനെ വളർത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് പിന്നെ ഈ ചിക്കൻ കടൽ സെൻറ്റർ ഉണ്ടാവുമല്ലോ, നാടൻ കോഴികളെ സെയിൽ ചെയ്യും. അറുത്ത് കൊടുക്കുന്നവർക്കാണെങ്കിലും നമുക്ക് ഒരു വയസ്സൊക്കെ ആകുമ്പോൾ തൂക്കം കൂട്ടി അങ്ങനെയും കൊടുക്കാം. അപ്പോൾ അതും നമുക്കൊരു വരുമാനം, അത് വലിയ ചിലവില്ലാത്ത കാര്യം കൂടിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ കോഴികളിൽ നിന്ന് വരുമാനം നേടാം. അപ്പോൾ ഈ ചിലവില്ലാതെ വലിയ ഇതില്ലാതെ നമുക്ക് നമ്മുടെ കോഴികളെ നമുക്ക് സംരക്ഷിച്ച് നമുക്ക് ഒരുപാട് പൈസ മുടക്കൊന്നുമില്ലാതെ നമുക്ക് തന്നെ പൈസ വരുമാനം നേടാം. കുറച്ച് ബുദ്ധിമുട്ടണം എന്നേ ഉള്ളൂ. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഫുഡുകൾ ഉണ്ടാക്കാം. അതായത് നമ്മൾ തവിടിൻ്റെ കൂടെ കുറച്ച് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീത്തലയൊക്കെ മിക്സ് ചെയ്ത് അതുപോലെ ഒരു പുഴുക്കളൊക്കെ ഉണ്ടാക്കി അതിൽ മിക്സിലുള്ള ഫുഡൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കോഴിയെ കിട്ടും. പിന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന ലാർവകൾ, അത് പുഴുക്കളെ നിർമ്മിച്ച് അങ്ങനെ നമുക്ക് കോഴികൾക്ക് ഫുഡ് കൊടുക്കാം. അതൊക്കെ ആകുമ്പോഴത്തേക്കും കോഴികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഫുഡാണ്. പിന്നെ നമ്മുടെ മുറ്റത്തും പരിസരത്തൊക്കെ ഉള്ള ഇലകളെ നമുക്ക് കോഴികൾക്ക് ഫുഡായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചിലവ് പരമാവധി അങ്ങനെയും നമുക്ക് കുറച്ചെടുക്കാം. അങ്ങനെയുള്ള രീതിയിലൊക്കെ കുറച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭത്തിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ലാഭത്തിൽ തന്നെ കൊടുക്കാം. പിന്നെ മറ്റൊരു രീതി എന്ന് ഞാൻ പറഞ്ഞുതരാം. അത് അത്യാവശ്യം നമ്മുടെ അടുത്തൊക്കെ നല്ല ഇങ്ങനെ കോഴികളെ വളർത്തി വിൽക്കുന്ന ഫാമുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അടുത്ത് പോയി നമുക്ക് കുറച്ച് ബൾക്കായിട്ട് സാധനം എടുത്തിട്ട് അത് നമുക്ക് മറിച്ച് വിൽക്കുകയും അങ്ങനെയും ചെയ്യാം. ഇപ്പം അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ എടുത്ത് വിൽക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല സാധനങ്ങൾ തന്നെ വാങ്ങിച്ച് വിൽക്കാൻ നോക്കണം. അങ്ങനെ നമുക്ക് വരുമാനം നേടാം. ഒരുപാട് കത്തിക്കൊന്നും വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വാങ്ങിക്കണമെന്നില്ല. അത്യാവശ്യം നല്ല മാന്യമായ റേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആൾക്കാർ അന്വേഷിച്ച് വന്ന് നമുക്ക് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും. നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ സെയിൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നാടൻ കോഴികളല്ല വളർത്തുന്നതെങ്കിൽ നമുക്ക് ഫാൻസി കോഴികളൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ നാടൻ കോഴികളെയും കൂടെ അതിൻ്റെ കൂടെ വളർത്തണം. ഫാൻസി കോഴി വളർത്തുന്നവർ ഫാൻസി കോഴികളെ വളർത്തുമ്പോഴത്തേക്കും അതിൻ്റെ മുട്ട വളരെ പരിമിതമായിരിക്കും. ഒരു നാടൻ കോഴികളെ പോലെയല്ല, വളരെ കുറച്ച് മുട്ടകൾ മാത്രമായിരിക്കും കിട്ടുന്നത്. ആ മുട്ടകൾ നമ്മൾ നാടൻ കോഴികൾ അടയിരുത്തി വിരിയിക്കുക. അത് നിങ്ങളെ ഫാൻസി കോഴികൾ തന്നെ വെക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴും അടയിരുന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ കോഴികൾ നഷ്ടപ്പെടും, കോഴികൾക്ക് ക്ഷീണം സംഭവിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഫാൻസി കോഴികളിൽ നിന്നുള്ള മുട്ടകൾ നാടൻ കോഴി അടയിരിക്കുമ്പോൾ അവരിൽ വെച്ച് വിരിയിച്ചെടുക്കുക. ഒന്നെങ്കിൽ കുറച്ച് ഒരു 3-4 ദിവസം ആ തള്ളകളുടെ കൂടെ തന്നെ ഇട്ട് വളർത്തുക. എന്നിട്ട് ഒരു 5 ദിവസം കഴിയുമ്പോഴത്തേക്കും തള്ളയിൽ നിന്നും മാറ്റിയിട്ട് നമുക്ക് ബേബി സ്റ്റാർട്ടറൊക്കെ കൊടുത്ത് വളർത്തുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു നല്ല ഗ്രോത്ത് കിട്ടും, ഹെൽത്തി ആയിട്ടുള്ളൊരു കുഞ്ഞുങ്ങളെയും കിട്ടും. അപ്പോൾ അതും നമുക്ക് നല്ല രീതിയിൽ നല്ല ഒരു വരുമാന രീതിയിൽ തന്നെ നമുക്ക് അവരെ സെയിൽ ചെയ്യാം. ഇപ്പോൾ ഫാൻസി കോഴികൾക്ക് ഡിമാൻഡ് അനുസരിച്ച് അത് നമുക്ക് ഒരു ഡേയോളുടെ കോഴിക്കുഞ്ഞിന് ചിലപ്പോൾ 100 രൂപ തന്നെ കിട്ടിയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ 250, 350 അല്ലെങ്കിൽ 500 രൂപ, അങ്ങനെ ഓരോ കോഴികളുടെ അനുസരിച്ച് നല്ലൊരു റേറ്റ് തന്നെ നമുക്കതിന് കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല രീതിയിലൊരു വരുമാനം നേടാം. അപ്പോൾ വീട്ടിൽ വെറുതെ നമ്മൾ ഇരുന്ന് കളയുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ പുറത്തേക്കൊന്നും പോവാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വീട്ടിലുള്ള അന്തരീക്ഷത്തിൽ തന്നെ നമുക്കൊരു നല്ലൊരു വരുമാനം നേടിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. നല്ലൊരു വരുമാനം എല്ലാവർക്കും അത്യാവശ്യമാണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാൻ തയ്യാറാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വരുമാന മാർഗം ആണ് കോഴികളെ വളർത്തുന്നത്. ഒരുപാട് കാലം മുതലേ കോഴികളെ നമ്മൾ വീട്ടമ്മമാർ വളർത്തുന്നതാണ്. അവർക്ക്
കിട്ടുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും വളർത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുക, അവർക്ക് വേണ്ടിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്തും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും രോഗങ്ങൾ വരുമ്പോഴും ഒക്കെ ക്ലിയറായി കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിതിങ്ങനെ വളർത്തി ഒരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പറ്റുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോഴിക്കാഷ്ടം ചെയ്യുന്നവർക്ക് ഏറ്റവും എളുപ്പം ഈ ടെറസിൻ്റെ മേളിലൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ താഴത്തൊരു ഷീറ്റ് വിരിച്ചോ അല്ലെങ്കിൽ ട്രേ ഒക്കെ വെച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.